നമ്മുടെ ആരോഗ്യമേഖല ലോകത്തിലെ തന്നെ നമ്പർ 1 ആണെന്ന് കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ്. ലക്ഷക്കണക്കിന് ആളുകളുടെ അഭയസ്ഥാനമാണ് നമ്മുടെ സർക്കാർ ആശുപത്രികൾ. പാവങ്ങൾക്ക് സർക്കാർ ആശുപത്രിയിലൂടെ കിട്ടുന്ന സേവനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. പക്ഷേ പലപ്പോഴും പല സർക്കാർ ആശുപത്രികളിലും സംഭവിക്കുന്ന ഗുരുതരമായ വീഴ്ചകൾ വാർത്തയാവുകയും പിന്നീടത് അപ്രസക്തമാവുകയും ചെയ്യുന്നത് കാണാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും അതുപോലൊരു വാർത്ത വരുന്നുണ്ടായിരുന്നു. ഡയാലിസിസ് രോഗിയുടെ അണുബാധ മൂലമുണ്ടായ മരണം. അതും നാളെ ആരോഗ്യവകുപ്പിൻ്റെ വീഴ്ചയല്ല എന്ന റിപ്പോർട്ടിൽ മൂടിവെക്കപ്പെട്ടേക്കാം. പക്ഷേ പറയാതെ വയ്യ, നമ്മുടെ സർക്കാർ ആശുപത്രികൾ ലോകത്തിന് മാതൃകയാകുമ്പോഴും അവിടെ നടക്കുന്ന ഗുരുതരമായ അനാസ്ഥകൾ മൂടിവെക്കപ്പെടുകയാണ്. 2 ആഴ്ച മുൻപ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 1.5 ആഴ്ചയോളം അസുഖം ബാധിച്ച് എൻ്റെ അമ്മയ്ക്കൊപ്പം കൂട്ടിരിക്കേണ്ടി വന്നു. അവിടെ കണ്ട ദയനീയമായ അവസ്ഥകൾ വല്ലാതെ വിഷമിപ്പിച്ചു. ഗുരുതരമായ അസുഖം ബാധിച്ച് വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയ രോഗിക്ക് ഓക്സിജൻ മാറ്റി ഘടിപ്പിച്ചത് അവരുടെ തന്നെ സ്ട്രെച്ചർ തള്ളിക്കൊണ്ടുവന്ന ജീവനക്കാരിയാണെന്നത് ഞെട്ടലോടെയാണ് കാണേണ്ടി വന്നത്. അതൊക്കെ അവിടെ പതിവാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. ന്യൂമോണിയ ബാധിച്ച രോഗിയും ഡയാലിസിസ് കഴിഞ്ഞ് ആദ്യമായി വാർഡിലേക്ക് എത്തുന്ന രോഗിയും വളരെ ചെറിയ ബെഡ് ഷെയർ ചെയ്യേണ്ടി വരുന്നത് അതിനേക്കാൾ ദയനീയം. ചുമ കാരണം ശ്വാസം കിട്ടാത്ത രോഗി അവരുടെ കഫം ക്ഷയരോഗ പരിശോധനയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ നെഞ്ചിൽ തീയായിരുന്നു. കാരണം അവരോടൊപ്പം കിടത്തിയിരിക്കുന്നത് മണിക്കൂറുകൾക്ക് മുൻപ് ഡയാലിസിസിന് വിധേയയായ രോഗിയായിരുന്നു. ആകെ ആശ്വാസമായി തോന്നിയത് വൃത്തിയുടെ കാര്യമാണ്. പഴയതുപോലെ അല്ല, നല്ല വൃത്തിയാണ് ശുചിമുറികൾക്ക്. അതൊരു വലിയ നേട്ടം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം പറഞ്ഞേ തീരൂ, അധികാരികൾ ആരെങ്കിലും ഒന്ന് പരിഗണിക്കണം. എല്ലാ ദിവസവും ഒരു രോഗിയിൽ നിന്നും എത്ര ബ്ലഡ് ടെസ്റ്റുകൾ എടുക്കുന്നു എന്നത്. ഈ ടെസ്റ്റുകളുടെ ഒക്കെ റിസൾട്ടുകൾ ഡോക്ടേഴ്സ് പരിശോധിക്കുന്നുണ്ടോ എന്നും. ഈ ടെസ്റ്റുകളൊന്നും ഫ്രീ അല്ല കേട്ടോ. എല്ലാം മെഡിക്കൽ കോളേജിലെ ലാബുകളിൽ പൈസ അടച്ച് ചെയ്യുന്നതാണ്. എല്ലാ ദിവസവും പല ബ്ലഡ് ടെസ്റ്റുകളും സ്കാനിങ്ങും മറ്റും ചെയ്ത് സ്വകാര്യ ആശുപത്രികളിലേക്കാൾ കഷ്ടത്തിൽ ആശുപത്രി ലാബുകൾ വഴി പൈസ ഈടാക്കുന്നതിൻ്റെ ബുദ്ധികേന്ദ്രം ഏതാണെന്ന് മനസ്സിലാകുന്നേയില്ല. വാർഡും സേവനവും സൗജന്യമാണെങ്കിൽ അതിനേക്കാൾ വലിയ കൊള്ള ആശുപത്രി ലാബുകൾ വഴി ചെയ്യുന്നില്ലേ എന്നൊരു സംശയം. പരിശോധനയിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് കണ്ടാലും അതേ ടെസ്റ്റുകൾ എല്ലാ ദിവസവും ചെയ്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ്? സ്ട്രോക്ക് വന്ന് കിടക്കുന്ന 85 വയസ്സ് കഴിഞ്ഞ ഒരമ്മച്ചി. ദിവസവും 1000-ൽ പരം രൂപയാണ് അവർക്ക് ചിലവാകുന്നതെന്ന് അവരുടെ മകൻ പരാതി പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു. അവർ നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങി പോവുകയായിരുന്നു. കഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ദ്രോഹിക്കുന്നത്. പാവങ്ങൾക്ക് അഭയമാണെന്ന് പറയുമ്പോഴും അതിനിടയിലും നടത്തുന്ന പകൽ കൊള്ളയ്ക്ക് ഒരു നിയന്ത്രണം വരുത്തണമെന്ന് ആഗ്രഹിച്ച് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ.